വെൽക്കം ടു ലേണിനോ. ഇന്ന് നമ്മൾ RRB NDPCക്ക് വേണ്ടിയിട്ടുള്ള GK സെക്ഷനിൽ നിന്ന് ഫെസ്റ്റിവൽസ് ഓഫ് ഇന്ത്യ എന്ന ടോപ്പിക്കാണ് നോക്കുന്നത്. ഇത് പാർട്ട് 2 ആണ്. ഫെസ്റ്റിവൽസ് ഓഫ് ഇന്ത്യയുടെ പാർട്ട് 2 ആണ് ഇത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നമുക്കിനി പഞ്ചാബിൻ്റെതാണ് നോക്കാനുള്ളത്. പഞ്ചാബിന്റെ ഫെസ്റ്റിവൽ ആണ് ലോഹ്രി. എന്ന് പറയുന്നത് എൻഡ് ഓഫ് വിന്ററിന്റെ അവസാനത്തെ സൂചിപ്പിക്കുന്നതാണ് ലോഹ്രി എന്ന് പറയുന്ന ഫെസ്റ്റിവൽ. അത് കഴിഞ്ഞ് ബൈശാഖിയാണ്. ബൈശാഖി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ആണ്. ബിഗിനിങ് ഓഫ് പഞ്ചാബി ന്യൂ ഇയർ ആണ്. അപ്പം പഞ്ചാബിലെ ന്യൂ ഇയർ അല്ലെങ്കിൽ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ആണ് എന്തെന്ന് പറയുന്നത് ബൈശാഖി, കാൽ ബൈശാഖി എന്നൊക്കെ പറയും. ലോഹ്രി എന്ന് പറയുന്നത് വിന്ററിന്റെ അവസാനത്തെ കാണിക്കുന്നു. ബൈശാഖിയാണ് മെയിൻ ആയിട്ടുള്ള പഞ്ചാബിലെ ഒരു സെലിബ്രേഷൻ ആണ്. ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ബിഗിനിങ് ഓഫ് പഞ്ചാബി ന്യൂ ഇയർ ആണ്. അടുത്ത രാജസ്ഥാന്റെ ഒരു ഫെസ്റ്റിവൽ ആണ് പുഷ്കർ മേള. പുഷ്കർ മേള എന്ന് പറയുന്നത് രാജസ്ഥാനിലെ ഒരു ഫെസ്റ്റിവൽ ആണ്. അത് താർ ഡെസേർട്ടിലാണ് ഈ ഒരു ഫെസ്റ്റിവൽ ഉള്ളത്. അടുത്ത എലഫന്റ് ഫെസ്റ്റിവൽ. അടുത്താണ് എലഫന്റ് ഫെസ്റ്റിവൽ. അതെന്തിനാണ്? ഓർഗനൈസ്ഡ് അറ്റ് ദ ഫെസ്റ്റിവൽ ഓഫ് ഹോളി ജയ്പൂർ. ഇപ്പൊ രാജസ്ഥാനില് പുഷ്കർ മേള ഇൻ താർ ഡെസേർട്ട്, എലഫന്റ് ഫെസ്റ്റിവൽ ഓർഗനൈസ്ഡ് അറ്റ് ദ ഫെസ്റ്റിവൽ ഓഫ് ഹോളി ജയ്പൂർ. ഗാംഗൂർ എന്ന് പറയുന്നത് ലോർഡ് ശിവ ആൻഡ് പാർവതിയാണ്. അവരെ രണ്ടുപേരെയും ആരാധിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് ഗംഗൂർ എന്ന് പറയുന്നത്. എലഫന്റ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് എലഫന്റിനെ ഇങ്ങനെ കളർ പെയിന്റിംഗ് ഒക്കെ ചെയ്ത് നല്ല കളർഫുൾ ആക്കിയിട്ട് പിന്നെ ഒരുക്കിയൊക്കെ നിർത്തുന്ന ഒരു എലഫന്റ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഹോളിയിലാണ്, ജയ്പൂരിലാണ് അത് ഫെസ്റ്റിവൽ. ഹോളി സീസണിൽ സെലിബ്രേറ്റ് ചെയ്യുന്നതാണത്. അത് ജയ്പൂരിലാണുള്ളത്. അടുത്തത് ക്യാമൽ ഫെസ്റ്റിവൽ. ക്യാമൽ എവിടെയാണുള്ളത്? അതെന്ന് പറയാം ഡെസേർട്ടിലല്ലേ. ഇപ്പൊ രാജസ്ഥാനിലാണല്ലോ ഡെസേർട്ട് ഒക്കെ ഉള്ളത്. ഇപ്പൊ ക്യാമൽ ഫെസ്റ്റിവൽ രാജസ്ഥാൻ. ഗംഗൂർ ലോർഡ് ശിവയും പാർവതിയും ആരാധിക്കുന്ന ഫെസ്റ്റിവലാണ് ഗംഗൂർ. എലഫന്റ് ഫെസ്റ്റിവൽ എന്ന് വെച്ചാൽ ആനകളെയൊക്കെ നല്ല പെയിന്റിംഗ് ഒക്കെ ചെയ്തിട്ട് ഒരുക്കി നിർത്തുന്ന ഒരു ഫെസ്റ്റിവലാണ് എലഫന്റ് ഫെസ്റ്റിവൽ. പുഷ്കർ മേള അത് താർ ഡെസേർട്ടിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അടുത്തത് മണിപ്പൂരിൽ ഏതാണ്? സംഗായി ഫെസ്റ്റിവൽ ആണ് മണിപ്പൂരിൽ. അപ്പൊ മണിപ്പൂരിലുള്ള ഒരു മൃഗമാണ്, ഒരു എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആണ് സംഗായി ഡീർ എന്ന് പറയുന്നത്. സംഗായി മാനുകൾ. അപ്പൊ അവിടുത്തെ സ്റ്റേറ്റ് ആനിമൽ ആണ് സംഗായി ഡീർ. അപ്പൊ മണിപ്പൂരിന്റെ സംഗായി ഫെസ്റ്റിവൽ ഉണ്ട്. അടുത്ത വെസ്റ്റ് ബംഗാളിന്റെ എന്താണുള്ളത്? വെസ്റ്റ് ബംഗാളിലെ ദുർഗാ പൂജയുണ്ട്. വെസ്റ്റ് ബംഗാളിൽ എന്താണുള്ളത്? ദുർഗാ പൂജ. വെസ്റ്റ് ബംഗാളിലെ മെയിൻ ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ ആണ് എന്തെന്ന് പറയുന്നത്? ദുർഗാ പൂജ എന്ന് പറയുന്നത്. രാജസ്ഥാനിലെ പുഷ്കർ മേളയുണ്ട്, താർ ഡെസേർട്ടിലാണ്. എലഫന്റ് ഫെസ്റ്റിവൽ ഉണ്ട്, ഓർഗനൈസ്ഡ് അറ്റ് ദ ഫെസ്റ്റിവൽ ഓഫ് ഹോളി ജയ്പൂർ ആണ് എലഫന്റ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ഗംഗൂർ എന്ന് പറയുന്നത് ലോർഡ് ശിവയും പാർവതിയും ആരാധിക്കുന്ന ഫെസ്റ്റിവൽ ആണ് ഗംഗൂർ. ക്യാമൽ ഫെസ്റ്റിവൽ ഉണ്ട് രാജസ്ഥാനില്. മണിപ്പൂരിൽ സംഗായി ഫെസ്റ്റിവൽ ഉണ്ട്. വെസ്റ്റ് ബംഗാളില് ദുർഗാ പൂജയുണ്ട്. ഇത്രയാണ് ഉള്ളത്. അടുത്തത് മേഘാലയയിൽ എന്തൊക്കെയാണുള്ളത്? മേഘാലയയില് നോക്രം ഫെസ്റ്റിവല് കാസി ട്രൈബാണ് അത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഏതാണ്? മേഘാലയയിലുള്ളതാണ് നോക്രം ഫെസ്റ്റിവല്. നോക്രം ഫെസ്റ്റിവൽ എവിടെയാണ്? മേഘാലയ. കാസി ട്രൈബ്. മേഘാലയയിലെ കാസി ട്രൈബുകളാണ് ആ നോക്രം ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. മേഘാലയയിലെ കാസി ട്രൈബാണ് നോക്രം ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അടുത്ത സ്ട്രോബെറി ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് പ്രൊമോട്ട് സ്ട്രോബെറി ഫാമേഴ്സ്. അപ്പൊ മേഘാലയയില് സ്ട്രോബെറി ഫെസ്റ്റിവൽ ഉണ്ട്. സ്ട്രോബെറി ഫാമേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് മേഘാലയയിലെ സ്ട്രോബെറി ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അടുത്ത വങ്കാല ഫെസ്റ്റിവൽ. വങ്കാല എന്ന് പറയുന്നത് ഫെസ്റ്റിവൽ ഓഫ് 100 ഡ്രംസ് ആണ്. ഗാരോ ട്രൈബ് ബിഗിനിങ് ഓഫ് വിന്റർ ഒക്കെയാണ് വങ്കാല ഫെസ്റ്റിവൽ. വങ്കാല എന്ന് പറയുന്നത് എന്താണ്? ഫെസ്റ്റിവൽ ഓഫ് 100 ഡ്രംസ് ആണ്. 100 ഡ്രംസിന്റെ ഫെസ്റ്റിവൽ ആണ് വങ്കാല ഫെസ്റ്റിവൽ. അത് ഗാരോ ട്രൈബ് ബിഗിനിങ് ഓഫ് വിന്ററിന്റെ ബിഗിനിങ്ങിനെയൊക്കെ സൂചിപ്പിക്കുന്നതാണ് ഗാരോ ട്രൈബ്. ഫെസ്റ്റിവൽ ഓഫ് 100 ഡ്രംസ് വങ്കാല ഫെസ്റ്റിവൽ ആണ്. ഇപ്പൊ സ്ട്രോബെറി എന്ന് പറയുന്ന ഫെസ്റ്റിവൽ ഉണ്ട്. സ്ട്രോബെറി ഫാമേഴ്സിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് സ്ട്രോബെറി ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. നോങ്ക്രം ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് കാസി ട്രൈബിനെയൊക്കെ കാസി ട്രൈബ് സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് നോങ്ക്രം ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. സ്ട്രോബെറി ഫെസ്റ്റിവൽ ഓഫ് സ്ട്രോബെറി ഫാമേഴ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അവിടുത്തെ സ്റ്റേറ്റ് കൊണ്ടുവന്നൊരു ഫെസ്റ്റിവലാണ് സ്ട്രോബെറി ഫെസ്റ്റിവൽ. അതിന് വങ്കാല എന്ന് പറയുന്നത് ഫെസ്റ്റിവൽ ഓഫ് 100 ഡംസ് എന്നറിയപ്പെടുന്നു. ഗാരോ ട്രൈബ് ആണത് സെലിബ്രേറ്റ് ചെയ്യുന്ന ബിഗിനിങ് ഓഫ് വിന്ററിനെ സൂചിപ്പിക്കുന്നു.
ജമ്മു കാശ്മീർ എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിലെയാണ് ഇനി അടുത്ത് നോക്കാനുള്ളത്. നമുക്ക് ജമ്മു കാശ്മീരിലെയാണ് ഇനി അടുത്ത് നോക്കാനുള്ളത്. തുലിപ്പ് ഫെസ്റ്റിവൽ ഉണ്ട്. ശ്രീനഗറിലാണ് തുലിപ്പ് ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഷിക്കാര ഫെസ്റ്റിവൽ ഉണ്ട്. അവിടുത്തെ ദാൽ തടാകത്തിലാണ് അത് ഫെസ്റ്റിവൽ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ലഡാക്കിൽ ഹെമിസ് ഫെസ്റ്റിവൽ ഉണ്ട്. അപ്പൊ ഹെമിസ് നാഷണൽ പാർക്ക് അറിയാലോ. ഹെമിസ് നാഷണൽ പാർക്ക് ഏറ്റവും വലിയ നാഷണൽ പാർക്കാണ് ഹെമിസ് നാഷണൽ പാർക്ക്. അത് ലഡാക്കിലാണ്. പഠിച്ചിട്ടുള്ളവർക്ക് ഈ ഹെമിസ് ഫെസ്റ്റിവൽ ലഡാക്ക് ആണെന്ന് ഓർക്കാനായിട്ട് എളുപ്പമായിട്ടുണ്ട്. പിന്നെ ഒരു ഷിക്കാര ഫെസ്റ്റിവൽ ഉണ്ട്. തുലിപ്പ് ഗാർഡൻ എവിടെയാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ തുലിപ്പ് ഗാർഡൻ എവിടെയാണ്? തുലിപ്പ് ഗാർഡൻ അഥവാ ഇന്ദിരാഗാന്ധി ഗാർഡൻ എന്നൊക്കെ അറിയപ്പെടുന്ന തുലിപ്പ് ഗാർഡൻ എവിടെയാണ്? അവിടെയാണ്, ശ്രീനഗറിലാണ്. അപ്പൊ ഈ ശ്രീനഗറിലാണ് തുലിപ്പ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. തുലിപ്പ് പൂക്കളുടെ ഒരു ഫെസ്റ്റിവലാണ് തുലിപ്പ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അപ്പൊ ലഡാക്കിൽ ഹെമിസ് ഫെസ്റ്റിവൽ, ഷിക്കാര ഫെസ്റ്റിവൽ ഡാൽ ലേക്കിൽ, തുലിപ്പ് ഫെസ്റ്റിവൽ ശ്രീനഗറിലെ, ജമ്മു കാശ്മീരിലാണ് തുലിപ്പ് ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ നോക്രം ഫെസ്റ്റിവൽ എവിടെയാണ്? നോക്രം ഫെസ്റ്റിവൽ ഖാസി ട്രൈബാണ് ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്, മേഘാലയയിലാണ്. ഇത് സ്ട്രോബെറി ഫെസ്റ്റിവൽ എവിടെയാണ്? പ്രൊമോട്ട് സ്ട്രോബെറി ഫാമേഴ്സ്. സ്ട്രോബെറി ഫാമേഴ്സിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ട്രോബെറി ഫെസ്റ്റിവൽ ഉള്ളത്. ഇത് ബംഗാല ഫെസ്റ്റിവൽ ഓഫ് 100 ഡ്രംസ് ആണ്. ഖാരോ ട്രൈബ് ബിഗിനിങ് ഓഫ് വിന്റർ. ജമ്മു കാശ്മീർ തുലിപ്പ് ഫെസ്റ്റിവൽ ശ്രീനഗർ ആണ്. ഷിക്കാര ഫെസ്റ്റിവൽ ദാൽ ലേക്കിലാണ്. ലഡാക്കിൽ ഹെമിസ് ഫെസ്റ്റിവൽ. അടുത്തത് ഉള്ളതെന്ന് പറഞ്ഞാൽ ത്രിപുരയില് കറാച്ചി പൂജ എന്താണ്? ഫെസ്റ്റിവൽ ഓഫ് റോയൽ ഫാമിലി ടു ഓണർ ലോർഡ് ശിവയെ ആരാധിക്കുന്നതിന് വേണ്ടി കറാച്ചി പൂജയുണ്ട്. ഫെസ്റ്റിവൽ ഓഫ് റോയൽ ഫാമിലി ടു ഓണർ ലോർഡ് ശിവയാണ് ത്രിപുരയില് ഉള്ളത്. അത് മണിപ്പൂര് സംഗായി ഫെസ്റ്റിവൽ ഉണ്ട്. ആനുവൽ കൾച്ചറൽ ഫെസ്റ്റിവല്, ആർട്ട് ആൻഡ് കൾച്ചർ, ഹാൻഡ്ലൂംസ്, ഹാൻഡിക്രാഫ്റ്റ്സ് ഒക്കെ ഉള്ള ഒരു ഫെസ്റ്റിവൽ ആണ് സംഗായി ഫെസ്റ്റിവൽ മണിപ്പൂരിൽ. സ്റ്റേറ്റ് ആനിമൽ ഓഫ് മണിപ്പൂർ ആണ് സംഗായി ഡിയർ എന്ന് പറയുന്നത്. മണിപ്പൂരിൽ ഏത് ഫെസ്റ്റിവൽ ആണുള്ളത്? സംഗായി ഫെസ്റ്റിവൽ. ആനുവൽ കൾച്ചറൽ ഫെസ്റ്റിവൽ, ആർട്ട് ആൻഡ് കൾച്ചർ, ഹാൻഡ്ലൂംസ്, ഹാൻഡിക്രാഫ്റ്റ്സ്. സ്റ്റേറ്റ് ആനിമൽ ഓഫ് മണിപ്പൂർ ആണ് സംഗായി ഡിയർ എന്ന് പറയുന്നത്. തമിഴ്നാടിന്റെയാണ് മകരസംക്രാന്തി, പൊങ്കല്, ജല്ലിക്കെട്ട്, തൈപ്പൂയം, പുത്താണ്ട് ഇതെല്ലാം തമിഴ്നാട്ടിലാണ്. എന്തൊക്കെയാണ്? മകരസംക്രാന്തി, പൊങ്കല്, ജല്ലിക്കെട്ട്, തൈപ്പൂയം, പുത്താണ്ട് ഇതെല്ലാം എവിടത്തെയാണ്? തമിഴ്നാട്ടിലെയാണ്. ഇപ്പൊ തമിഴ്നാട്ടിലെ ഫെസ്റ്റിവൽസ് മകരസംക്രാന്തി, പൊങ്കല്, ജല്ലിക്കെട്ട്, തൈപ്പൂയം, പുത്താണ്ട്. പുതിയ ആണ്ട് എന്നുള്ളതാണ് പുത്താണ്ട്. അടുത്ത മിസോറാമിന്റെ ഫെസ്റ്റിവൽ നോക്കാം. മിസോറാമിൽ ഏതാണുള്ളത്? ചപ്ചാർ കൂത്ത് ഫെസ്റ്റിവൽ. അവിടുത്തെ സ്പ്രിംഗ് ഫെസ്റ്റിവൽ ആണ്. മിസോറാമിന്റെ സ്പ്രിംഗ് ഫെസ്റ്റിവൽ ആണ് എന്തെന്ന് പറയുന്നത്? ചപ്ചാർ കൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് മിസോറാമിലെ ഒരു സ്പ്രിംഗ് ഫെസ്റ്റിവൽ ആണ്. ചപ്ചാർ കൂത്ത് ഫെസ്റ്റിവൽ മിസോറാം. ഇത് നാഗാലാൻഡിന്റെ ഫെസ്റ്റിവൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഹോൺബിൽ ഫെസ്റ്റിവൽ എന്താണ്? മേജർ ഫെസ്റ്റിവൽ ഓഫ് നാഗാലാൻഡ് ആണ്. ഡിസംബറിലാണ് ഫെസ്റ്റിവൽ ഓഫ് ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്നു. ഫസ്റ്റ് വീക്ക് ഓഫ് ഡിസംബറിലാണ് നാഗാലാൻഡ് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഹോൺബിൽ ഫെസ്റ്റിവൽ, മേജർ ഫെസ്റ്റിവൽസ് ഓഫ് ഫെസ്റ്റിവൽ ഫസ്റ്റ് വീക്ക് ഓഫ് ഡിസംബറിലാണ് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അടുത്ത വെസ്റ്റ് ബംഗാളിന്റെ നമ്മൾ പറഞ്ഞതാണ് ഓൾറെഡി ദുർഗാ പൂജ. വെസ്റ്റ് ബംഗാളിൽ എന്താണ്? ദുർഗാ പൂജയാണുള്ളത്. സെലിബ്രേറ്റഡ് ഇൻ വിജയദശമി ടൈമിലാണ് ഏത് വെസ്റ്റ് ബംഗാളിൽ ദുർഗാ പൂജ സെലിബ്രേറ്റ് ചെയ്യുന്നത്. വെസ്റ്റ് ബംഗാളിൽ സെലിബ്രേറ്റഡ് വിജയദശമി ടൈമില്. ഇപ്പൊ ഒഡീഷയിലെ നക്കായി ഫെസ്റ്റിവൽ, ഹാർവസ്റ്റിംഗ് ഫെസ്റ്റിവൽ ഓഫ് ഒഡീഷയാണ്. നിക്കാഹായി ഫെസ്റ്റിവൽ. ഇപ്പൊ ഹാർവെസ്റ്റിംഗ് ഫെസ്റ്റിവൽ ഓഫ് ഒഡീഷയാണ്. അത് ചാവു ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ട്രൈബൽ ലൈഫ് ആൻഡ് ട്രഡീഷണൽ ഡാൻസസ് ഓഫ് ഒഡീഷയിലെ ട്രഡീഷണൽ ഡാൻസസും ട്രൈബൽ ലൈഫിനെയൊക്കെ കാണിക്കുന്നതാണ് ചാവു ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ചാവു ഫെസ്റ്റിവൽ എന്ന് വെച്ചാൽ എന്താണ്? ട്രൈബൽ ലൈഫിനെയും ട്രഡീഷണൽ ഡാൻസസ് ഓഫ് ഒഡീഷയൊക്കെ കാണിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ചാവു ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. പുരി ജഗന്നാഥ രഥയാത്ര എവിടെയാണ്? ഒഡീഷയിലാണ്. നിക്കാഹായി ഫെസ്റ്റിവല്, ഹാർവസ്റ്റിംഗ് ഫെസ്റ്റിവല്, ചാവ് ഫെസ്റ്റിവല്, ട്രൈബൽ ലൈഫ് ആൻഡ് ട്രഡീഷണൽ ഡാൻസസ് ഓഫ് ഒഡീഷയാണ് ചാവ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. പുരി ജഗന്നാഥ രഥയാത്ര, കലിംഗ മഹോത്സവ്,
അടുത്തത് സെലിബ്രേറ്റഡ് ടു മാർക്ക് ദ വിക്ടറി ഓഫ് പീസ് ഓവർ വാർ. അതാണ് എന്തെന്ന് പറയുന്നത്, കലിംഗ മഹോത്സവം എന്ന് പറയുന്നത്. ജനുവരി മന്തിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് ആഘോഷിക്കുന്നത്. അപ്പൊ ഒഡീഷയിലെ ഫെസ്റ്റിവൽ ആണ്. നെക്കാഹായി ഫെസ്റ്റിവൽ ഹാർവെസ്റ്റിംഗ് ഫെസ്റ്റിവൽ ആണ്. ചാവു ഫെസ്റ്റിവൽ ട്രൈബൽ ലൈഫ് ആൻഡ് ട്രഡീഷണൽ ഡാൻസസ് ഓഫ് ഒഡീഷയാണ്. പുരി ജഗന്നാഥ രഥയാത്ര, കലിംഗ മഹോത്സവ് സെലിബ്രേറ്റഡ് ടു മാർക്ക് ദ വിക്ടറി ഓഫ് പീസ് ഓവർ ദ വാർ. ജനുവരി മന്തിലാണ് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അടുത്ത ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിൽ എന്താണ്, കുംഭമേള. ഉത്തരാഖണ്ഡിലെ ഒരു ഫെസ്റ്റിവൽ ആണെന്ന് പറയുന്നത് കുംഭമേള. ഇപ്പൊ അലഹബാദ്, പ്രയാഗ്രാജില്, ഹരിദ്വാർ, നാസിക് ആൻഡ് ഉജ്ജുവയൻ. അപ്പൊ ഉത്തരാഖണ്ഡിൽ എന്താണ്, കുംഭമേള എന്ന് പറയുന്ന ഫെസ്റ്റിവൽ ആണ് ഉത്തരാഖണ്ഡിലെ മെയിൻ ആയിട്ടുള്ള ഫെസ്റ്റിവൽ. ഇപ്പൊ അലഹബാദ് അഥവാ പ്രയാഗ്രാജ്, ഇപ്പോഴത്തെ പ്രയാഗ്രാജ്, പണ്ടത്തെ പേരായിരുന്നു അലഹബാദ്, അവിടെയും ഹരിദ്വാറിലും നാസിക്കിലും ഉജ്ജയിനിലുമാണ് എന്ത് സെലിബ്രേറ്റ് ചെയ്യുന്നത്, ഈ കുംഭമേള സെലിബ്രേറ്റ് ചെയ്യുന്നത്. വർഷത്തിൽ 3 പ്രാവശ്യമാണ്, 3 വർഷത്തിൽ ഒരിക്കലുമാണ് എന്ത് ചെയ്യുന്നത്, ഉത്തരാഖണ്ഡിൽ ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അർദ്ധ കുംഭമേള എന്ന് പറയുന്നത് ഹാഫ് കുംഭ് എന്നറിയപ്പെടുന്നു. 6 ഇയേഴ്സിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഹരിദ്വാറിലും അലഹബാദിലും മാത്രമാണ് എന്ത് സെലിബ്രേറ്റ് ചെയ്യുന്നത്, ഈ ഹാഫ് കുംഭ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അടുത്ത് പൂർണ്ണ കുംഭമേളയാണ്. പൂർണ്ണ കുംഭമേള എന്ന് പറയുന്നത് 12 വർഷത്തിൽ ഒരിക്കലാണ് എന്ത് ചെയ്യുന്നത്, ആ പൂർണ്ണ കുംഭമേള സെലിബ്രേറ്റ് ചെയ്യുന്നത് 12 വർഷത്തിൽ ഒരിക്കലാണ്. മഹാകുംഭമേള എന്ന് പറയുന്നത് 12 പൂർണ്ണ കുംഭമേളകൾ ചേരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, മഹാകുംഭമേള സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആഫ്റ്റർ എവരി 144 ഇയേഴ്സിലാണ് എന്ത് മഹാകുംഭമേള സെലിബ്രേറ്റ് ചെയ്യുന്നത്. 12 വർഷത്തിൽ ഒരിക്കലാണ് പൂർണ്ണ കുംഭമേള. 12 വർഷത്തിൽ ഒരിക്കലാണ് പൂർണ്ണ കുംഭമേള. അർദ്ധ കുംഭമേള ഹാഫ് കുംഭ് 6 ഇയേഴ്സ്, ഹരിദ്വാർ ആൻഡ് അലഹബാദ്. അടുത്ത ഡാൻസ് ഫോംസ് എന്ന് പറയുന്നത് എന്താണ്, ഡാൻസ് ഫോംസ് ആണ്. ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് ടോട്ടൽ 8 ഡാൻസ് ഫോംസ് ആണുള്ളത്. സംഗീത നാടക അക്കാദമി റെക്കഗ്നൈസ് 8 ക്ലാസിക്കൽ ഡാൻസ് ഫോംസ്. 8 ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് ആണ് ഉള്ളത്. ഇത് രാജസ്ഥാനില് നമ്മൾ പറഞ്ഞില്ലല്ലോ, ഗംഗൂർ ഉണ്ട്. ഗംഗൂർ സെലിബ്രേറ്റഡ് ബൈ ഫീമെയിൽ ഫോർ സക്സസ്ഫുൾ മാരേജ്. ഇപ്പൊ സക്സസ്ഫുൾ മാരേജിന് വേണ്ടിയിട്ടാണ് ഗംഗൂറിൽ, ഈ രാജസ്ഥാനിലെ ഗംഗൂർ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. എലഫന്റ് ഫെസ്റ്റിവൽ ജയ്പൂരിലാണ്. ക്യാമൽ ഫെസ്റ്റിവൽ, പുഷ്കർ ഫെസ്റ്റിവൽ താർ ഡെസേർട്ട്, ഇതെല്ലാം രാജസ്ഥാനിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽസ് ആണ്. അടുത്ത് ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശില് കുല്ലു ദസേരയുണ്ട്, സെലിബ്രേറ്റഡ് ഇൻ കുല്ലു വാലി. കുല്ലു വാലി നമുക്കറിയാം, ഹിമാചൽ പ്രദേശില് കുളു മണാലി ഒക്കെ ഹിമാചലിലാണെന്ന് അറിയാം. അപ്പൊ കുളു ദസേറ എന്ന് പറയുന്നത് കുളു വാലിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നു. ലോസാർ, ടിബറ്റിയൻ ന്യൂ ഇയർ ആണ് ലോസാർ. ബുദ്ധിസ്റ്റ് ഫെസ്റ്റിവൽ ആണ്. അപ്പൊ ടിബറ്റിയൻ ന്യൂ ഇയർ ആണ് ലോസാർ, ബുദ്ധിസ്റ്റ് ഫെസ്റ്റിവൽ ആണ് ലോസാർ എന്ന് പറയുന്നത്. കുളു ദസേര സെലിബ്രേറ്റഡ് ഇൻ കുളു വാലി. കുളു ദസേര എവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത്, കുളു വാലിയിലാണ് കുളു ദസേര എന്ത് ചെയ്യുന്നത്, സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് നോക്കാനായിട്ടുള്ളത്. ഫെസ്റ്റിവൽ എന്നുള്ള രീതിയിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നോക്കാനായിട്ടുള്ളത്. ബാക്കി നമുക്ക് വേറൊരു സെക്ഷനിലൂടെ നോക്കാം. പക്ഷെ നമുക്ക് അതിനു മുമ്പ് നമുക്കൊന്ന് റിവൈസും കൂടി ചെയ്തിട്ട് പോകാം. അപ്പൊ നമ്മൾ ഇന്ന് എടുത്തത് എവിടെ തൊട്ടായിരുന്നു, പഞ്ചാബ് തൊട്ടായിരുന്നു നമ്മൾ ഇന്ന് എടുത്തത്. അപ്പൊ പഞ്ചാബില് തൊട്ട് നമുക്ക് ഇന്ന് ഒന്നും കൂടി നോക്കാം. പഞ്ചാബിലെ വിന്ററിന്റെ അവസാനത്തെ സൂചിപ്പിക്കുന്നത് ഏതാണ്, ലോഹ്രി ആണ്. ബൈശാഖി എന്താണ്, ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ആണ്. ബിഗിനിങ് ഓഫ് പഞ്ചാബി ന്യൂ ഇയർ ആണ് ഇതെന്ന് പറയുന്നത്. പഞ്ചാബി ന്യൂ ഇയറിന്റെ തുടക്കവും ഹാർവസ്റ്റിംഗ് ഫെസ്റ്റിവലും ആണ് എന്തെന്ന് പറയുന്നത്, ബൈശാഖി എന്ന് പറയുന്നത്. രാജസ്ഥാനിൽ എന്തൊക്കെയുണ്ട്, പുഷ്കർ മേള ഇൻ താർ ഡെസേർട്ട് ഉണ്ട്. എലഫന്റ് ഫെസ്റ്റിവൽ ഓർഗനൈസ്ഡ് അറ്റ് ദ ഫെസ്റ്റിവൽ ഓഫ് ഹോളി ജയ്പൂർ. ഹോളി ഫെസ്റ്റിവൽ ടൈമിൽ എലഫന്റ് ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നു ജയ്പൂരിലാണ്. ഇത് ഗംഗൂർ ലോർഡ് ശിവ ആൻഡ് പാർവതിയാണ്. ക്യാമൽ ഫെസ്റ്റിവൽ രാജസ്ഥാനിലാണ്. ഇത് മണിപ്പൂരിൽ സംഗായി ഫെസ്റ്റിവൽ ഉണ്ട്. വെസ്റ്റ് ബംഗാളില് ദുർഗാപൂജയുണ്ട്. മേഘാലയയില് നോക്രം ഫെസ്റ്റിവൽ, കാസി ട്രൈബ്. സ്ട്രോബെറി ഫെസ്റ്റിവൽ പ്രൊമോട്ട് സ്ട്രോബെറി ഫാമേഴ്സ്. സ്ട്രോബെറി ഫെസ്റ്റിവൽ പ്രൊമോട്ട് എന്ത് ചെയ്യുന്നു, സ്ട്രോബെറി ഫാമേഴ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സ്ട്രോബെറി ഫെസ്റ്റിവൽ ഉണ്ട്. അടുത്ത വങ്കാല ഫെസ്റ്റിവൽ, ഫെസ്റ്റിവൽ ഓഫ് 100 ഡ്രംസ്, ഗാരോ ട്രൈബ്. ബിഗിനിങ് ഓഫ് വിന്റർ ആണ് വങ്കാല ഫെസ്റ്റിവൽ. അടുത്തത് ജമ്മു കാശ്മീരില് തുലിപ്പ് ഫെസ്റ്റിവൽ ശ്രീനഗറിലാണ്. ഷിക്കാര ഫെസ്റ്റിവൽ ദാൽ ലേക്കിലാണ്. ലഡാക്കിൽ ഹെമിസ് ഫെസ്റ്റിവൽ ഉണ്ട്. ത്രിപുരയിലെ കറാച്ചി പൂജ ഫെസ്റ്റിവൽ റോയൽ ഫാമിലി ടു ഹോണർ ലോർഡ് ശിവയാണ്. ത്രിപുരയില് കറാച്ചി പൂജ.
സംഗായി ഫെസ്റ്റിവൽ, ആനുവൽ കൾച്ചറൽ ഫെസ്റ്റിവൽ, ആർട്ട് ആൻഡ് കൾച്ചർ, ഹാൻഡ്ലൂംസ്, ഹാൻഡിക്രാഫ്റ്റ് ഒക്കെയാണ് മണിപ്പൂരിൽ സംഗായി ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ആനിമൽ ഓഫ് മണിപ്പൂർ ആണ് സംഗായി ഡീർ. തമിഴ്നാട്ടിൽ മകര സംക്രാന്തി ഉണ്ട്, പൊങ്കലുണ്ട്, ജല്ലിക്കെട്ടുണ്ട്, തൈപ്പൂയമുണ്ട്, പുത്താണ്ടുണ്ട്. മിസോറാമിലെ ചബ്ചാർകൂത്ത് ഫെസ്റ്റിവൽ സ്പ്രിംഗ് ഫെസ്റ്റിവലും മിസോറാം ആണ്. നാഗാലാൻഡിൽ ഹോൺബിൽ ഫെസ്റ്റിവൽ മേജർ ഫെസ്റ്റിവൽസ് ഓഫ് ഫെസ്റ്റിവൽ എന്നൊക്കെ അറിയപ്പെടുന്നത് നാഗാലാൻഡിലെ ഹോൺബിൽ ഫെസ്റ്റിവൽ ആണ്. ഫസ്റ്റ് വീക്ക് ഓഫ് ഡിസംബറിലാണ് നാഗാലാൻഡിൽ ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ദുർഗാപൂജ സെലിബ്രേറ്റഡ് ഏത് മാസമാണ്? വിജയദശമി സമയത്താണ് ദുർഗാപൂജ വെസ്റ്റ് ബംഗാളിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. നക്കായി ഫെസ്റ്റിവൽ, ഹാർവെസ്റ്റിംഗ് ഫെസ്റ്റിവൽ, ചാവ് ഫെസ്റ്റിവൽ, ട്രൈബൽ ലൈഫ് ആൻഡ് ട്രഡീഷണൽ ഡാൻസസ് ഓഫ് ഒഡീഷ, പുരി ജഗന്നാഥ രഥയാത്ര, കലിംഗ മഹോത്സവം സെലിബ്രേറ്റഡ് ടു മാർക്ക് ദ വിക്ടറി ഓഫ് പീസ് ആൻഡ് ഓവർ ദ വാർ. ജനുവരി മന്തിലാണ് എന്ത് കലിംഗ മഹോത്സവം സെലിബ്രേറ്റ് ചെയ്യുന്നത്. പുരി ജഗന്നാഥ രഥയാത്ര എന്ന് പറയുന്നത് അവിടുത്തെ നമ്മുടെ ഇവിടുത്തെ പോലെ ഒരു രഥങ്ങൾ ഇങ്ങനെ ഒരുക്കുന്ന ഒരു യാത്രയാണ്. ചാവ് ഫെസ്റ്റിവൽ അവിടുത്തെ ട്രൈബൽ ലൈഫിന്റെ ആണ് ചാവ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അതുപോലെ ഈ ചാവു എന്ന് പറയുന്ന ഡാൻസ് ഉണ്ട്, അത് നമ്മുടെ ഇപ്പൊ ഒരു ക്ലാസിക്കൽ ഡാൻസ് ആയിട്ട് ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്തേക്കുകയാണ് ചാവുവിനെ. ഉത്തരാഖണ്ഡ് എന്ന് പറയുന്നത് അവിടുത്തെ മെയിൻ കുംഭമേളയാണ്. അപ്പൊ അർദ്ധ കുംഭമേളയും പൂർണ്ണ കുംഭമേളയും മഹാകുംഭമേളയൊക്കെ ഉണ്ട്. 6 വർഷത്തിൽ ഒരിക്കലാണെങ്കിൽ അർദ്ധ കുംഭമേള, 12 വർഷത്തിൽ ഒരിക്കലാണെങ്കിൽ അത് പൂർണ്ണ കുംഭമേള, മഹാകുംഭമേള 144 വർഷം ചേരുമ്പോഴാണ്. അടുത്ത് നമുക്ക് രാജസ്ഥാനിൽ സെലിബ്രേറ്റ് ഫീമെയിൽ ഫോർ സക്സസ്ഫുൾ മാരേജ് ആണ്. എലഫന്റ് ഫെസ്റ്റിവൽ ജയ്പൂർ, ക്യാമൽ ഫെസ്റ്റിവൽ, പുഷ്കർ ഫെസ്റ്റിവൽ, താർ ഡെസേർട്ട്. ഇപ്പൊ കുളു ദസേര സെലിബ്രേറ്റഡ് ഇൻ കുളു വാലി, ലോസർ ടിബറ്റൻ ന്യൂ ഇയർ ബുദ്ധിസ്റ്റ് ഫെസ്റ്റിവൽ ആണ്. ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ നോക്കാനായിട്ടുള്ളത്. അപ്പൊ നമുക്ക് ബാക്കി ഭാഗം വേറൊരു ക്ലാസ്സിലൂടെ നോക്കാം.